എവരിവൺ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MCS 227 എന്ന സബ്ജക്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അപ്പം ക്ലൗഡ് കം IoT, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ സബ്ജക്റ്റ്. അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഇതിൽ മെയിൻലി ഈ ഒരു സബ്ജക്റ്റിനെ എത്ര ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നും ഓരോ ബ്ലോക്സിലും എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നതെന്നും ഓരോ യൂണിറ്റ്സിലും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിലൂടെ നമ്മൾ നോക്കാൻ പോകും. ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. അതിനകത്ത് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനെ 4 ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 4 എന്ന് പറഞ്ഞിട്ട്. അതിൽ ബ്ലോക്ക് 1 വരുന്നതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഫണ്ടമെന്റൽസ് ആൻഡ് വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നും ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ ഫണ്ടമെന്റൽസ് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ വിർച്വലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക് എന്താണ് എന്നുമാണ് നമ്മൾ ബ്ലോക്ക് 1 ഡിസ്കസ് ചെയ്യുന്നത്. ശേഷം ബ്ലോക്ക് 2 പോകുമ്പോൾ റിസോഴ്സ് പ്രൊവിഷനിങ്, ലോഡ് ബാലൻസിങ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ടോപ്പിക്സ് ആണ് നമ്മൾ ബ്ലോക്ക് 2 പഠിക്കുന്നത്. ഇനി ബ്ലോക്ക് 3 വരികയാണെങ്കിൽ IoT ഫണ്ടമെന്റൽസ് ആൻഡ് കണക്ടിവിറ്റി ടെക്നോളജീസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ ഫണ്ടമെന്റൽസ് എന്താണെന്നും കണക്ടിവിറ്റി ടെക്നോളജീസ് എന്താണെന്നുമാണ് നമ്മൾ ബ്ലോക്ക് 3 ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 4 വരുമ്പോൾ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്, ഫോഗ് കമ്പ്യൂട്ടിംഗ് ആൻഡ് കേസ് സ്റ്റഡീസ്. ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റും ഫോഗ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കും അതുപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള കേസ് സ്റ്റഡീസുമാണ് നമ്മൾ ബ്ലോക്ക് 4 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം 4 ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഓരോ ബ്ലോക്കിലും എത്ര യൂണിറ്റ്സ് ആണുള്ളതെന്ന് ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ബ്ലോക്ക് 1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ഇൻട്രൊഡക്ഷൻ, അതായത് നമ്മുടെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ ബേസിക് കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണെന്നും അതിന്റെ ബേസിക് കൺസെപ്റ്റ്സും ആണ് നമ്മൾ യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 2 വരുമ്പോൾ ക്ലൗഡ് ഡിപ്ലോയ്മെന്റ് മോഡൽസ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, സർവീസ് മോഡൽസ് എന്താണെന്ന് പറയുന്നു, അതുപോലെ തന്നെ ക്ലൗഡ് ആർക്കിടെക്ചർ എന്താണെന്ന് പറയുന്നു. ഇപ്പം ബ്ലോക്ക് 1 യൂണിറ്റ് 1 നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ ഇൻട്രൊഡക്ഷൻസ് ഡിസ്കസ് ചെയ്യുന്നു. യൂണിറ്റ് 2 വരുമ്പോഴത്തേക്ക് ക്ലൗഡ് ഡിപ്ലോയ്മെന്റ് മോഡൽസും സർവീസ് മോഡൽസും ക്ലൗഡ് ആർക്കിടെക്ചറും എന്താണെന്ന് പഠിക്കും. ശേഷം യൂണിറ്റ് 3 റിസോഴ്സ് വിർച്വലൈസേഷൻ എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റ് 3 റിസോഴ്സ് വിർച്വലൈസേഷൻ എന്താണെന്ന് പഠിക്കുന്നു. ബ്ലോക്ക് 2 വരുമ്പം 2 യൂണിറ്റ്സ് ആണ് നമുക്കുള്ളത്. റിസോഴ്സ് പൂളിംഗ്, ഷെയറിംഗ് ആൻഡ് പ്രൊവിഷനിങ് എന്ന് പറയുന്ന യൂണിറ്റ് 4, സ്കെയിലിംഗ് എന്ന് പറയുന്ന യൂണിറ്റ് 5. റിസോഴ്സ് പൂളിംഗ് എന്താണ് റിസോഴ്സ് ഷെയറിംഗ്, അതുപോലെ തന്നെ റിസോഴ്സ് പ്രൊവിഷനിങ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 5 വരുമ്പം സ്കെയിലിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ പോസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. എന്താണ് സ്കെയിലിംഗ് എന്ന്, അതിന്റെ പെക്യുലാരിറ്റീസും. ദെൻ യൂണിറ്റ് 6 ബ്ലോക്ക് 2 തന്നെ അടുത്തൊരു യൂണിറ്റ് ആണ്. യൂണിറ്റ് 6 എന്ന് പറയുന്നത് ലോഡ് ബാലൻസിങ് എന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 6 ദെൻ യൂണിറ്റ് 7 പോകുമ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂസ് ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. യൂണിറ്റ് 7 സെക്യൂരിറ്റി ഇഷ്യൂസ് ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അപ്പോൾ ബ്ലോക്ക് 2 മെയിൻലി 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. യൂണിറ്റ് 4, യൂണിറ്റ് 5, 6 ആൻഡ് 7. യൂണിറ്റ് 4 എന്ന് പറയുമ്പോൾ റിസോഴ്സ് പൂളിംഗ് എന്താണെന്നും റിസോഴ്സ് ഷെയറിംഗ് എന്താണെന്നും റിസോഴ്സ് പ്രൊവിഷനിങ് എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്യും. യൂണിറ്റ് 5 വരുമ്പോൾ സ്കെയിലിംഗ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. സ്കെയിലിംഗിന്റെ ടൈപ്സും അതിന്റെ പെക്യുലാരിറ്റീസും ആണ് പറയുന്നത്. യൂണിറ്റ് 6 വരുമ്പോൾ ലോഡ് ബാലൻസിങ് എന്താണെന്ന് നമ്മൾ പറയുന്നു. ദെൻ യൂണിറ്റ് 7 വരുമ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂസ് ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നമ്മൾ യൂണിറ്റ് 7 ഡിസ്കസ് ചെയ്യുന്നു. ദെൻ ബ്ലോക്ക് 3 വരുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് 8, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. നമ്മൾ പറഞ്ഞു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് IoT എന്ന് പറയുന്നതാണ് നമ്മുടെ സബ്ജക്ട് നെയിം. അതിനകത്ത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണ്, അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ ഫണ്ടമെന്റൽസും മറ്റുള്ള കുറച്ച് കൺസെപ്റ്റുകളുമാണ് യൂണിറ്റ് 7 വരെ വരുന്നത്. യൂണിറ്റ് 8 വരുമ്പോൾ IoT എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അതായത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്താണ് എന്നുള്ളത് നമ്മൾ യൂണിറ്റ് 8 ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 9 വരുമ്പോൾ IoT നെറ്റ്വർക്കിംഗ് ആൻഡ് കണക്ടിവിറ്റി ടെക്നോളജീസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് നെറ്റ്വർക്കിംഗ് എന്താണെന്നും എന്തൊക്കെ കണക്ടിവിറ്റി ടെക്നോളജീസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും യൂണിറ്റ് 9 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 4 വരുമ്പോൾ യൂണിറ്റ് 10 IoT ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ആണ് നമ്മൾ യൂണിറ്റ് 10 ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 11 വരുമ്പോൾ എന്താണ് ഫോഗ് കമ്പ്യൂട്ടിംഗ് എന്നും എന്താണ് എഡ്ജ് കമ്പ്യൂട്ടിംഗ് എന്നും നമ്മൾ യൂണിറ്റ് 11 ഡിസ്കസ് ചെയ്യുന്നു.
യൂണിറ്റ് 12 IoT കേസ് സ്റ്റഡീസ്, കുറച്ച് കേസ് സ്റ്റഡീസ് ഇന്റർനെറ്റ് ഓഫ് തിങ്സുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള കുറച്ച് കേസ് സ്റ്റഡീസിനെ പറ്റിയാണ് നമ്മൾ ബ്ലോക്ക് 4 യൂണിറ്റ് 12 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ ബ്ലോക്കിലെയും ഓരോ യൂണിറ്റ്സും എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് നോക്കാം. യൂണിറ്റ് 1 പറയുന്നത് എന്താണ് ട്രഡീഷണൽ കമ്പ്യൂട്ടിംഗ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നു. ട്രഡീഷണൽ കമ്പ്യൂട്ടിംഗും ക്ലൗഡ് കമ്പ്യൂട്ടിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കുന്നു. ഈ ട്രഡീഷണൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ മെയിൻലി ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ അതിന്റെ ഒരു എവല്യൂഷൻ സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കുന്നു. അതിന്റെ ആപ്ലിക്കേഷൻസും ചലഞ്ച്. ഇത്രയാണ് യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 2 വരികയാണെങ്കിൽ ക്ലൗഡ് ഡിപ്ലോയ്മെന്റ് മോഡൽസിന്റെ ഒരു ഓവർവ്യൂ ആണ്. എന്താണ് ക്ലൗഡ് ഡിപ്ലോയ്മെന്റ് മോഡൽസും അതുപോലെ തന്നെ സർവീസ് ഡെലിവറി മോഡൽസ് എന്താണെന്നും ക്ലൗഡ് ആർക്കിടെക്ചർ എന്താണെന്നും നെറ്റ്വർക്ക് കണക്ടിവിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗിലുള്ള നെറ്റ്വർക്ക് കണക്ടിവിറ്റി എന്താണെന്നും ഒക്കെ നമ്മൾ യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 3 വരുമ്പോൾ കവേഴ്സ് ദി കൺസെപ്റ്റ് ഓഫ് വിർച്വലൈസേഷൻ. വിർച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് യൂണിറ്റ് 3 മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് വിർച്വലൈസേഷൻ, എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ ഹൈപ്പർവൈസർ എന്താണ്, അതുപോലെ വേരിയസ് വിർച്വലൈസേഷൻ ടെക്നിക്സ്, പലതരത്തിലുള്ള വിർച്വലൈസേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നമ്മൾ യൂണിറ്റ് 3 ഡിസ്കസ് ചെയ്യുന്നു. ദെൻ ബ്ലോക്ക് 2 വരുമ്പോൾ റിസോഴ്സ് പ്രൊവിഷനിങ്, ലോഡ് ബാലൻസിങ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ബ്ലോക്കിൽ വരുമ്പോൾ യൂണിറ്റ് 4 കവേഴ്സ് ദ ഓവർവ്യൂ ഓഫ് റിസോഴ്സ് പൂളിംഗ് ആർക്കിടെക്ചർ, റിസോഴ്സ് ഷെയറിംഗ്, പ്രൊവിഷനിങ് ആൻഡ് വേരിയസ് അപ്രോച്ച്. അപ്പം റിസോഴ്സ് പൂളിംഗ് എന്താണ്, റിസോഴ്സ് ഷെയറിംഗ് എന്താണ്, അല്ലെങ്കിൽ റിസോഴ്സ് പൂളിംഗിന്റെ ആർക്കിടെക്ചർ എന്താണ്, റിസോഴ്സ് പ്രൊവിഷനിങ് എന്താണെന്നും അതിന്റെ വേരിയസ് അപ്രോച്ചസുമാണ് നമ്മൾ യൂണിറ്റ് 4 കവർ ചെയ്യുന്നത്. യൂണിറ്റ് 5 വരുമ്പോൾ ക്ലൗഡ് ഇലാസ്റ്റിസിറ്റി എന്താണെന്നും സ്കെയിലിംഗ് പ്രിമിറ്റീവ്സ് എന്താണെന്നും സ്കെയിലിംഗ് സ്ട്രാറ്റജീസ് എന്താണെന്നും ഓട്ടോ സ്കെയിലിംഗ് എന്താണ്, എത്ര ടൈപ്പ് ഓഫ് സ്കെയിലിംഗ് ഉണ്ടെന്നും അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് നമ്മൾ യൂണിറ്റ് 5 പഠിക്കുന്നത്. അപ്പോൾ സ്കെയിലിംഗ് സ്ട്രാറ്റജീസിൽ തന്നെ പ്രൊആക്റ്റീവ് എന്താണെന്നും റിയാക്റ്റീവ് സ്കെയിലിംഗ് എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ക്ലൗഡ് ഇലാസ്റ്റിസിറ്റി, സ്കെയിലിംഗ് പ്രിമിറ്റീവ്സ്, സ്കെയിലിംഗ് സ്ട്രാറ്റജീസ് ഇതെല്ലാം നമ്മൾ യൂണിറ്റ് 5 ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 6 വരുമ്പോൾ ലോഡ് ബാലൻസിങ് എന്താണെന്നും ലോഡ് ബാലൻസിങ്ങിന്റെ ഗോൾസ് എന്താണെന്നും ലോഡ് ബാലൻസിങ്ങിന്റെ ലെവൽസ് ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ ലോഡ് ബാലൻസിങ് അൽഗോരിതംസ് ഏതൊക്കെയാണെന്നും ഇനി ലോഡ് ബാലൻസിനെ ഒരു സർവീസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതെന്താണെന്നും ഒക്കെയാണ് നമ്മൾ യൂണിറ്റ് 6 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ലോഡ് ബാലൻസിങ്, ഗോൾസ് ഓഫ് ലോഡ് ബാലൻസിങ്, ലെവൽസ് ഓഫ് ലോഡ് ബാലൻസിങ് അൽഗോരിതംസ് എന്തൊക്കെയാണെന്നും ഒക്കെ നമ്മൾ യൂണിറ്റ് 6 ഡിസ്കസ് ചെയ്യുന്നു. യൂണിറ്റ് 7 പോരുമ്പോൾ ക്ലൗഡ് സെക്യൂരിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഒക്കെ കഴിയും, പിന്നെ ക്ലൗഡ് സെക്യൂരിറ്റിയിലേക്ക് നമ്മൾ പോകും. അപ്പൊ ക്ലൗഡ് സെക്യൂരിറ്റി എന്താണെന്നും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സെക്യൂരിറ്റിക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നും ക്ലൗഡ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്നും ത്രെറ്റ്സ് എന്തൊക്കെയാണെന്നും എങ്ങനെ നമുക്ക് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാമെന്നും അതുപോലെ തന്നെ ഐഡന്റിറ്റി, ആക്സസ് മാനേജ്മെന്റ്, സെക്യൂരിറ്റി ഒരു സർവീസ്, സെക്യൂരിറ്റി ആസ് എ സർവീസ് എന്നൊക്കെ പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ യൂണിറ്റ് 7 ഡിസ്കസ്. ദെൻ ബ്ലോക്ക് 3 വരുമ്പോൾ IoT ഫണ്ടമെന്റൽസ് ആൻഡ് കണക്ടിവിറ്റി ടെക്നോളജീസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഫണ്ടമെന്റൽസും കണക്ടിവിറ്റി ടെക്നോളജീസുമാണ് നമ്മൾ ബ്ലോക്ക് 3 ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് വരുന്ന യൂണിറ്റ് 8 നമ്മൾ IoT എന്താണെന്നുള്ള ജസ്റ്റ് ഒരു ഓവർവ്യൂ നമ്മൾ പറയുന്നത്. എന്താണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്, ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്ന് പറയുന്നു, IoTയുടെ കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് പറയുന്നു, IoT എനേബിളേഴ്സ് എന്താണെന്ന് പറയുന്നു, ഏതൊക്കെ കണക്ടിവിറ്റി ലെയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറയുന്നു, അതുപോലെ തന്നെ IoT ടെക്നോളജീസിന്റെ ബേസ് ലൈൻസ് എന്തൊക്കെയാണ്, സെൻസേഴ്സ്, ആക്ച്വേറ്റേഴ്സ്, റാസ്ബെറി PI, IoT ആർക്കിടെക്ചർ, ആപ്ലിക്കേഷൻസ് ഓഫ് IoT ഇതെല്ലാം നമ്മൾ യൂണിറ്റ് 8 ഡിസ്കസ്. യൂണിറ്റ് 9 വരുമ്പോൾ IoT നെറ്റ്വർക്കിംഗ് ആൻഡ് കണക്ടിവിറ്റി ടെക്നോളജീസ്, എന്തൊക്കെയാണ് IoT നെറ്റ്വർക്കിംഗ്, അതിനകത്ത് കണക്ടിവിറ്റി ടെക്നോളജീസ് ഏതൊക്കെയാണ് എന്നുള്ളത് യൂണിറ്റ് 9 ഡിസ്കസ്. അതുപോലെ തന്നെ end-to-end ടെക്നോളജി എന്താണെന്നും നെറ്റ്വർക്കിന്റെ വേരിയസ് കമ്പോണൻസ് ഏതൊക്കെയാണെന്നും ഗേറ്റ്വേ പ്രിഫിക്സ് അലൊക്കേഷൻ എന്താണെന്നും മൾട്ടി ഹോമിംഗ് എന്താണെന്നും IoT ഐഡന്റിഫിക്കേഷൻ പ്രോട്ടോകോൾസും അതുപോലെ തന്നെ ഡേറ്റ പ്രോട്ടോകോൾസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 9 ബ്ലോക്ക് 3 യൂണിറ്റ് 9 ഇനി ഫൈനലി ബ്ലോക്ക് 4 പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്, ഫോഗ് കമ്പ്യൂട്ടിംഗ് ആൻഡ് കേസ് സ്റ്റഡീസ് എന്നാണ് നമ്മുടെ ബ്ലോക്ക് 4 അതിനകത്ത് യൂണിറ്റ് 10 IoT ആപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നും IoT ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിന്റെ സമയത്ത് ഉണ്ടാകുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്നും IoT ആപ്ലിക്കേഷന്റെ ഫ്രെയിം വർക്ക്, അതുപോലെ തന്നെ ഓപ്പൺ സോഴ്സ് IoT പ്ലാറ്റ്ഫോംസ്, IoT ആപ്ലിക്കേഷൻ ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ്, സെക്യൂരിറ്റി ആസ്പെക്ട്സ് ഇൻ IoT ഇതെല്ലാം നമ്മൾ യൂണിറ്റ് 10 ഡിസ്കസ് ചെയ്യും. യൂണിറ്റ് 11 പോകുമ്പോൾ
covers the overview of fog computing. എന്താണ് fog computing എന്ന് നമ്മൾ നോക്കുന്നു, അതിന്റെ ഫീച്ചേഴ്സ് നോക്കുന്നു, ആർക്കിടെക്ചർ, അഡ്വാൻറ്റേജസ് ആൻഡ് ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ എഡ്ജ് കമ്പ്യൂട്ടിംഗ് എന്താണെന്നും അതിന്റെ ആർക്കിടെക്ചർ എന്താണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസ് എന്താണെന്നും നമ്മൾ യൂണിറ്റ് 11 ഡിസ്കസ്. ലാസ്റ്റ് യൂണിറ്റ് 12 എന്താണ് കവർ IoT യൂസ് കേസസ് ഫോർ സ്മാർട്ട് സിറ്റീസ്. കേസ് സ്റ്റഡീസ് ആണ് നമ്മൾ പറഞ്ഞ കുറച്ച് കേസ് സ്റ്റഡീസ് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് യൂണിറ്റ് 12 വരുന്നത്. IoT കേസ് സ്റ്റഡീസ്, സ്മാർട്ട് സിറ്റീസ്, അതുപോലെ സ്മാർട്ട് ഹോംസ്, സ്മാർട്ട് അഗ്രികൾച്ചർ, ട്രാൻസ്പോർട്ടേഷൻ, സ്മാർട്ട് ഗ്രിഡ്സ്, കണക്റ്റഡ് വെഹിക്കിൾസ്, ഹെൽത്ത് കെയർ, ഇൻഡസ്ട്രിയൽ IoT. അപ്പൊ ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് സ്റ്റഡീസ് ആണ് നമ്മൾ യൂണിറ്റ് 12 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ വരുന്നത്. നമ്മുടെ MCS 227 ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് IoT എന്ന് പറയുന്ന ഈ ഒരു സെഷനെ നമ്മൾ 4 ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ബ്ലോക്സിലും ഏതൊക്കെ യൂണിറ്റ്സ് ആണ് വരുന്നതെന്നും അതുപോലെ തന്നെ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നും ബ്രീഫായിട്ട് നമുക്ക് പറഞ്ഞു. അപ്പം ഇനി ഓരോ യൂണിറ്റ്സും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു സോ മച്ച്.